നമസ്കാരം. മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP അധ്യക്ഷൻ JB നഡ്ഡ വഴി വിശദീകരണം തേടിയത് കാര്യമാക്കാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഏറ്റുപിടിച്ച് പ്രചാരണ യോഗങ്ങളിൽ കുട്ടി നേതാക്കളടക്കം മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുവാൻ OBC പട്ടിക വിഭാഗക്കാരുടെ സംവരണത്തിൽ കൈയിട്ടുവാരാനാണ് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും അടക്കമുള്ളവർ ഒരുങ്ങുന്നത് എന്ന് ബീഹാറിലെ അരരിയയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് യോഗത്തിൽ മോദി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കർണാടക ഭരിക്കുന്ന കോൺഗ്രസ് മുസ്ലിം സംവരണവും മറ്റിടങ്ങളിൽ നടപ്പാക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗങ്ങളുടെ യാതന OBC-കാരനായിട്ടുള്ള തനിക്ക് നന്നായിട്ട് അറിയാമെന്നും ഭാവിയിൽ അവർ പട്ടിക വിഭാഗക്കാരുടെ സംവരണവും കൊള്ളയടിച്ചെന്ന് വരുമെന്നും മുസ്ലിം ലീഗിൻ്റെ ചിന്താധാരയാണ് കോൺഗ്രസ് പ്രകടന പത്രിക എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു. OBC പട്ടിക വിഭാഗങ്ങളുടെ സംവരണം അടിച്ചുമാറ്റാൻ ആരെയും അനുവദിക്കില്ല എന്നും അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു സാഹചര്യം. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിനോടൊപ്പം ചേർന്ന് ഛത്തീസ്ഗഡിൽ പ്രസംഗിച്ചു. മുത്തലാഖ് വീണ്ടും കൊണ്ടുവരണോ? ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ രാജ്യം പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹം ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെയാണ് ഇപ്പോൾ ജനങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അമിത്ഷാ. ലീഗിൻ്റെ അജണ്ടയുമായാണ് കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത് എന്നും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചവർക്ക് രാജ്യം ഭരിക്കാൻ അവകാശമില്ല എന്നും രാഹുൽ ബാബയെ ജനം തിരഞ്ഞെടുക്കില്ല എന്നും മുത്തലാഖ് വീണ്ടും കൊണ്ടുവരുവാൻ പോകുന്നില്ല എന്നുകൂടി പറയുകയാണ്. മാത്രമല്ല പൗരത്വ ഭേദഗതി നിയമത്തെ തൊടാൻ ആരെയും അനുവദിക്കില്ല എന്നും 370-ാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുവാനും ഒരു മനുഷ്യനെയും സമ്മതിക്കില്ല എന്നും അമിത്ഷാ അടക്കമുള്ളവർ മുന്നോട്ട് പറയുന്നത്. രാജ്യത്തെ സാമുദായിക അടിസ്ഥാനത്തിൽ വിഭജിക്കുവാനാണ് കോൺഗ്രസും ഇന്ത്യ കക്ഷികളും ശ്രമിക്കുന്നത് എന്നാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ വാദം. അദ്ദേഹം ഇങ്ങനെയാണ് ലക്നൌവിൽ പ്രസംഗിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രിക രാജ്യത്തിന് വിനാശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നും പിന്തുടർച്ച സ്വത്തിന് നികുതി ചുമത്തിയും സ്വത്ത് പുനഃക്രമീകരണം നടത്തിയുമെല്ലാം സച്ചാർ സമിതി, രംഗനാഥ് മിശ്ര കമ്മീഷൻ ശുപാർശകൾക്കൊപ്പം നീങ്ങാനാണ് കോൺഗ്രസിൻ്റെ പരിപാടിയെന്നും യോഗി ആഞ്ഞടിക്കുന്നുണ്ട്. അമ്മപെങ്ങന്മാർ സ്വർണം വാങ്ങിയാൽ കോൺഗ്രസുകാർ അത് കൈക്കലാക്കുകയും പാരമ്പര്യ സ്വത്തിൻ്റെ പകുതി എന്ന് പറയപ്പെടുന്നത് കൈയടക്കുകയും ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. ഇങ്ങനെ UPയിലെ BJP നേതാവായിട്ടുള്ള കേശവ് പ്രസാദ് മൗര്യ തുടങ്ങിയവരുടെ പ്രസംഗങ്ങളുമൊക്കെ ഇതേ ശൈലിയിലായിരുന്നു എന്നുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള വിദ്വേഷ പ്രസംഗം നടത്തിയെന്നുള്ളത് കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെത്തുകയും താക്കീത് നൽകണമെന്നും വിശദീകരണം നൽകണമെന്നും പറയുമ്പോൾ പോലും പ്രധാനമന്ത്രിയോടൊപ്പം ആഭ്യന്തരമന്ത്രിയും ബാക്കിയുള്ള നേതാക്കളുമെല്ലാം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ JP നദ്ദ അടക്കമുള്ളവർ ഇതേ വാദഗതിയും ഇത് പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ കടമെടുത്തും പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഉത്തരവുകൾ പോലും നോക്കാതെ ഇങ്ങനെ പോകേണ്ടത് എന്തുകൊണ്ടാണ് എന്ന് BJP സർക്കാരും BJP നേതൃത്വവും BJP നേതാക്കന്മാരും അന്വേഷിക്കേണ്ടതുണ്ട്.